കുറച്ചാളായി കണ്ടിട്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വേണമല്ലോ അല്ലേ. ഇന്ന് ഞാൻ ശരിക്കും ഹരിഹരൻ സാറിനെ കണ്ടപ്പോൾ ഹരീഷിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഹരിഹരൻ സാറ് മലർകളെ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഹരീഷിന്റെ മലർകളെ ഓർത്തു. അയ്യോ, ഇപ്പോൾ വർത്താനം പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് അത് പാടിയിട്ട് നമ്മൾ സാറിനെ കുറിച്ച് വർത്താനം പറയാം. പിന്നെന്താ, സാറിന്റെ പ്രോഗ്രാമും ഉണ്ട് ഇന്ന് ഇവിടെ ബാംഗ്ലൂർ. എക്സൈറ്റഡ് ആണ്. മേഘം തിറந்து കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിந்து കൊള്ള വാവാ, മാർബിൽ ഒളിந்து കൊണ്ടാൽ മാരണം വരും, കൂന്തലിൽ ഒളിந்து കൊള്ള வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, மறக்காது என் ராகம் மறிக்காது என் தேகம், 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே ഇത് എന്നെ നിனைവാ. വാവ്. സാറിനെ കുറിച്ച് ഹരീഷ് പറഞ്ഞു തുടങ്ങും. കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയതിന് മുന്നേ എനിക്ക് ഹരിജിയുടെ ആകെ അറിയുന്ന നമ്മൾ ഹായ് രാമ എന്നുള്ള പാട്ടും, ആദ്യം ഹായ് രാമ പിന്നെ ഉയിരെ, ആ ഓർഡറിലാണ് കേൾക്കുന്നത്. ഹായ് രാമ ഉയിരെ, അപ്പൊ ഈ 2 പാട്ടും അപ്പൊ എനിക്ക് അപ്പം ഈ ഹായ് രാമ കേൾക്കുമ്പോൾ എനിക്ക് 15 വയസ്സ്. അപ്പൊ ഉയിരെ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുമ്പെങ്ങാണ്ടാണ് വന്നത്. ഒരു 93-94 ബോംബെ സിനിമ ആസ് സൈനോ വരുന്നത്. 94 or 95 ആ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും കാലം മലയാളം പാട്ട് മാത്രം കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു വോക്കൽ ട്രീറ്റ്മെൻറ്റ്, ഒരു കമേഴ്ഷ്യൽ ഫിലിം സോങ്ങിൽ ഇങ്ങനെ ഒരു വോക്കൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഒരു ലൈഫ് ഓൾട്ടറിങ് എക്സ്പീരിയൻസ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ എൻ്റെ പ്രായമുള്ള കുറേ ആർട്ടിസ്റ്റിനെ വെച്ചാൽ ആ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഭയങ്കര ലൈഫ് ഓൾട്ടറിങ് ആയിട്ടൊരു മോമെൻ്റാണ് ഹരിജിയുടെ പാട്ടുകൾ ആദ്യം നമ്മൾ കേൾക്കുന്നത്. അന്ന് അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിൻ്റെ ഗസൽ റെപ്പർട്ടുവർ നമ്മൾ കേട്ടിട്ടില്ല. ആ സമയത്ത് എനിക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം പിന്നെ അതിനിടയ്ക്ക് പിന്നെ വിദ്യാജിയുടെ മറ്റേ ഓദിൽ രൂപ, അതും അതേ സമയം. അപ്പം ഇങ്ങനെ പെട്ടെന്നൊരു വോയിസ് നമ്മളിലേക്ക് എത്തുകയാണ്. അതുപോലെ ദാസേട്ടൻ്റെയും എം ജി ശ്രീനിവാസ് സാറിൻ്റെയും വേണുഗോപാൽ സാറിൻ്റെയും ഒക്കെ വോയിസിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ വോയിസ് എന്നെപ്പോലെ ഒരു ടീനേജറിൻ്റെ അടുത്തേക്ക് അറൈവ് ചെയ്യുന്നത്, അതും ആ ഒരു പുള്ളിയുടെ ഒരു ഫിനസ്, അല്ലെങ്കിൽ മൂപ്പരൊരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഡൈനാമിക്സിൻ്റെ യൂസ്, അല്ലെങ്കിൽ ആ വോയിസിൻ്റെ തന്നെ ഒരു വിഷാദ മധുരം എന്നൊക്കെ പറയുന്ന ഒരു മെലങ്കളി, അതേ സമയത്ത് ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ആദ്യം ഹരിജി എന്നുള്ള ഒരു മ്യൂസീഷ്യൻ ഹിറ്റ് ചെയ്ത ഒരു ചുറ്റിക കൊണ്ട് അടി കിട്ടുന്ന പോലത്തെ ഒരു ഹിറ്റാണ് അത്. നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഒരു പക്ഷെ അതിൻ്റെ ഒരു പ്രൊഫൗണ്ടായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ബംഗാളി സീനിയർ എന്നെ റാഗ് ചെയ്യാൻ വേണ്ടി പിടിച്ചപ്പോൾ അത് കഴിഞ്ഞ് എനിക്കൊരു കാസറ്റ് തന്നു. അപ്പോൾ ഹാസിർ, ഹരിജിയുടെ ഹാസിർ 1 ആദ്യം, 2ാമത്തെ അതൊരു കാസറ്റ് തന്നിട്ട് നീ ആദ്യം ഇതൊന്ന് പോയി കേക്ക് എന്ന് പറഞ്ഞൊന്ന് സീനിയേഴ്സ് വിരട്ടുമല്ലോ, അപ്പം അങ്ങനെ ഒരു വിരട്ടിൻ്റെ ഭാഗമായിട്ട് തന്ന് ആ ഒരു 17 വയസ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗസൽസ് കേട്ട് തുടങ്ങിയതാണ്. ഇപ്പം പറയുമ്പോൾ 27 കൊല്ലം കഴിഞ്ഞപ്പോൾ 44 വയസ്സായി. ഈ കണ്ട കാലം മുഴുവനും ഞാനൊരു ലിറ്ററൽ സബ്ജക്റ്റ് പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ഹരിജി. ഓരോ തവണ നമ്മൾ കേൾക്കുമ്പോഴും ദർ ഇസ് സംതിങ് ടു ലേൺ. അത്രയും ലെയേഴ്സ് ഉണ്ട് പുള്ളിയുടെ മ്യൂസിക്കിൽ. ഒരു സാധാരണക്കാരന് ഒരു ലെയറും ഇല്ലാതെ ലളിതമായിട്ടത് കേൾക്കുമ്പോൾ ഒരു അക്കാഡമിക് ആയിട്ട് ആ പാട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര ഡെപ്ത് ഓഫ് മ്യൂസിക്, അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഓഫ് എക്സിക്യൂഷൻ, പുള്ളിയുടെ അപ്രോച്ച് ഇന്നും എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ഫുൾ ഡീറ്റെയിലിൽ ആ ഫുൾ അപ്രോച്ച് ഡിസെക്റ്റ് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. നമുക്കതൊന്ന് പഠിച്ച് അത് തന്നെ തിരിച്ച് പ്രസൻറ്റ് ചെയ്യുക, അതിൻ്റെ മോഡൽ ചെയ്യുക എന്നുള്ളതൊക്കെ അപ്രാപ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അത് തന്നെ ഒന്ന് റീഡു ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പ്. എനിക്ക് ഏറ്റവും എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ള
എന്നെ ഇന്നും എന്നും ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ. വോക്കലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല വോക്കലിസ്റ്റിനെ ഇഷ്ടമാണ്. ഗായകൻ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഗായികയെ ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഫുൾ മ്യൂസീഷ്യൻ, ഒരു കമ്പോസർ, പെർഫോമർ, സിംഗർ, മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോളജിസ്റ്റ്, ആ ഒരു ബാൻഡിലേക്ക് എടുത്താൽ എൻ്റെ മനസ്സിലെ ഏറ്റവും ഉയരത്തിലും ആദ്യവും വരുന്ന പേര് ഹരിജിയുടെയാണ്. പക്ഷെ ഒരു ഗായകൻ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗായകരെ അതേപോലെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രോഗ്രാം ഞാൻ എത്രയോ ഗസൽ പ്രോഗ്രാം ഹരിജിയുടെ ഈ കണ്ട വർഷം മുഴുവൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു തരത്തിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ലെങ്കിൽ ഞാൻ പോകാൻ പറ്റിയാണെങ്കിൽ ഇന്നും വരെ മിസ് ചെയ്യാത്ത, ഇന്നും ഒരു ആദ്യത്തെ പ്രോഗ്രാമിന് പോകുന്ന അതേ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ 6 മണിക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങും, വീണ്ടും അവിടെ പോയിരിക്കുകയാണ്. അപ്പം അത്രയും എന്നെ സ്വാധീനിച്ച ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ അതിലും ചുരുക്കി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത്രയും നീട്ടി വളച്ച് തന്നെ പറഞ്ഞു. ഹരീഷ് ശരിക്കും അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് സാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് പുള്ളി അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഹരീഷ്? അത് ഹരിഹരൻജിയുടെ വോയിസോ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷനോ അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ഹരിജിയുടെ വോയിസും സ്റ്റൈലും അനുകരിക്കുന്ന ഒരാളെ എനിക്കറിയാം. അത് നമ്മുടെ വീത്തരാഗേട്ടനാണ്, കോഴിക്കോടുള്ള. അപ്പോൾ പുള്ളി മറ്റേ ബെന്നറ്റ് വീത്തരാഗ് പറഞ്ഞ പുള്ളി പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല പാട്ട് ഹരിജിയെ കൊണ്ട് പാടിച്ചത് വീത്തേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ ഇദ്ദേഹത്തിനെ അനുകരിക്കാൻ പറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വോയിസ്, ടെക്സ്ചർ, അതുപോലെ അദ്ദേഹം പാടുന്ന ഒരു മീറ്റർ, ഹരിജിക്ക് ഒരു മീറ്റർ ഉണ്ട്, എല്ലാ ഗായകർക്കും ഒരു മീറ്റർ ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പോൾ പാടുന്ന ഏത് ചെറിയൊരു കുട്ടി എടുത്താലും ആ കുട്ടിയുടെ സിംഗിങ്ങിൽ ഒരു മീറ്റർ ഉണ്ടാവും. നമ്മൾ കാലക്രമത്തിൽ ഇങ്ങനെ അടിച്ച് പഠിപ്പിച്ച് ആ മീറ്റർ മറ്റൊരാളുടെ മീറ്റർ ആക്കും ഒന്ന്. പക്ഷേ എല്ലാ ജനിച്ചു വരുന്ന കലാകാരനും ഒരു മീറ്റർ. ഈ ഹരിജിയുടെ മീറ്റർ ഭയങ്കര ഇനിമിറ്റബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ വോയിസിൽ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ബോക്സിൽ നിന്ന് മാത്രം ചെറിയ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പുള്ളിയുടെ ഒരു കോമ്പസിഷണൽ സ്റ്റൈൽ. പുള്ളി ഒരു സംഗതി എന്നുള്ള സംഭവം എടുത്താൽ അദ്ദേഹം അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ അപ്രോച്ച് ഭയങ്കരമായിട്ട് എന്നെ ചെറുപ്പം തൊട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സമയം തൊട്ട് ആ അപ്രോച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അപ്രോച്ചിനെ ഞാൻ ഒരുപാട് അതിലേക്ക് എത്താനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ആ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സ്ഥിരം ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ ആ സിംഗിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ പ്രൊജക്ഷൻ, അത് ലിറ്ററലി ഇമ്പോസിബിൾ. താങ്കൾ പോയി ചോദിച്ചു നോക്കി ഏത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആലോചന, ആ പ്രൊജക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അനുകരണം ചെയ്യാനേ പറ്റാത്ത ഒരു പ്രൊജക്ഷനാണ്. ഇറ്റ്സ് ഇൻസെയിൻ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് വിദ്യാസാഗർ ഷോയിൽ ഹരീഷ് ഓ ദിൽറുബ പാടുന്ന സമയത്ത് ഹരിഹരൻ അടുത്തിരുന്നുണ്ട്. ആ പ്രസൻസിൽ ആ സാധനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഒരു തരിപ്പോ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഹരീഷിൻ്റെ മനസ്സിൽ അപ്പോൾ പോയത് ആ പ്രസൻസിൽ ചെയ്യുന്നത്? അതൊരു ഭയങ്കര മാനിഫെസ്റ്റേഷൻ ആണ്.